ഇന്ന് ഒക്ടോബർ 16 ഈ ആഴ്ച OTT റിലീസ് ആകുമെന്ന് ഉറപ്പാക്കപ്പെട്ട സിനിമകളുടെ ഉൾപ്പെടെ 8 OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നു. ആദ്യത്തേത് ഒരു മലയാളം സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഇമ്പം എന്നാണ് സിനിമയുടെ പേര്. ഒരു വർഷം മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ ഈ ലാലു അലക്സ, ദീപക് പരമ്പോൾ തുടങ്ങിയവർ അഭിനയിച്ച സിനിമ സണ്ണസ്റ്റിൽ ഈ ആഴ്ച ഒക്ടോബർ 17 തീയതി OTT റിലീസ് ആകുന്നതാണ്. രണ്ടാമത്തേത് ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നാളെ ഒക്ടോബർ 16 തീയതി ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുഗു ഭാഷകളിൽ സിനിമ OTT റിലീസ് ആകുന്നതാണ്. ഒരു തെലുഗു ഹൊറർ ത്രില്ലർ സിനിമയാണ് കിഷ്കിന്ധാപുരി. ഈ ആഴ്ച ഈ സിനിമ OTT റിലീസ് ആകുകയാണ്. സി5 ഒക്ടോബർ 17 തീയതി വൈകിട്ട് 6 മണിക്കായിരിക്കും സിനിമ OTT റിലീസ് ആകുക. അപ്പോൾ മറ്റന്നാൾ സിനിമ OTT ലഭ്യമാകുന്നതാണ്. തെലുഗു ഭാഷയ്ക്ക് പുറമെ കൂടുതൽ ഭാഷകളിൽ റിലീസ് പ്രതീക്ഷിക്കുന്നു. അടുത്തത് നെറ്റ്ഫ്ലിക്സിന്റെ ഒരു സീരീസ് അപ്ഡേറ്റ് ആണ്. ഗ്രേറ്റർ കലേഷ് എന്നാണ് സീരീസിന്റെ പേര്. ഒക്ടോബർ 17 ഈ ആഴ്ച ഈ സീരീസ് OTT റിലീസ് ആകുന്നതാണ്. അവർ ഫോൾട്ട് എന്ന ആമസോൺ പ്രൈമിന്റെ ഡയറക്റ്റ് OTT സിനിമ നാളെ ഒക്ടോബർ 16 തീയതി ആമസോൺ പ്രൈമിൽ റിലീസ് ആകും. ഇംഗ്ലീഷിന് പുറമെ ഇന്ത്യൻ ഭാഷകളിലും റിലീസ് പ്രതീക്ഷിക്കുന്നു. അടുത്തത് ദക്ഷ എന്ന തെലുഗു സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ ആഴ്ച ഒക്ടോബർ 17 തീയതി ഈ തെലുഗു സിനിമ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ആകുന്നതാണ്. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു തമിഴ് സിനിമയാണ് ശക്തി തിരുമകൻ. വിജയ് ആന്റണി നായകനായി എത്തിയ സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം വന്നിരിക്കുന്നു. അടുത്തയാഴ്ച ഒക്ടോബർ 24 തീയതി സിനിമ OTT റിലീസ് ആകുമെന്നാണ് ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഒഫീഷ്യൽ പ്രഖ്യാപനം. മലയാളം ഉൾപ്പെടെയുള്ള 4 ഇന്ത്യൻ ഭാഷകളിലും ഈ തമിഴ് സിനിമ ലഭ്യമാകുന്നതാണ്. അവസാനത്തേത് നമ്മുടെ മലയാളം സിനിമ ആഭ്യന്തര കുറ്റവാളി അപ്ഡേറ്റ് ആണ്. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ പരാജയപ്പെട്ട ആസിഫ് അലി, ജഗദീഷ് അലാമൻ അഭിനയിച്ച സിനിമ അങ്ങനെ ഈ ആഴ്ച സി5 ഒക്ടോബർ 17 തീയതി OTT റിലീസ് ആകുകയാണ്. നാളെ അർദ്ധരാത്രി 12 മണിയോടെ സിനിമ സി5 OTT റിലീസ് ആകും. മലയാളത്തിന് പുറമെ കൂടുതൽ ഭാഷകളിൽ റിലീസ് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കാത്തിരിക്കൂ ഈ ആഴ്ചയിലെ മറ്റ് OTT വാർത്തകൾ അറിയുവാനായിട്ട്.